ഹലോ, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്നൊരു സാൻഡ്വിച്ച് ഐറ്റമാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയ നിറയെ വെജിറ്റബിളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാൻഡ്വിച്ച്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വെജിറ്റബിൾ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും കഴിക്കും. നിങ്ങളുടെ ജോലിയുടെ തിരക്കിനിടയിലും ഇത് വളരെയധികം പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് ഞാൻ കുക്കുമ്പർ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ചെറുതായി കട്ട് ചെയ്തതാണ്. ഒരു അരക്കപ്പ് യെല്ലോ ക്യാപ്സിക്കവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് ക്യാരറ്റ് വലിയ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു അരക്കപ്പ് ഒനിയൻ ചോപ്പ് ചെയ്തത്, അരക്കപ്പ് ക്യാബേജ്. ഇതിലെല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് പൊട്ടറ്റോ വേവിച്ച് പീസ് ചെയ്തതാണ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതിൽ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി നമുക്കിതിനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് വളരെ ഹെൽത്തിയാണ്. എല്ലാ വെജിറ്റബിൾസും ഇതിലുണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഇല്ല എങ്കിലും അത് കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 3 ടീസ്പൂൺ എഗ്ലെസ് മയണൈസ് ആണ് കേട്ടോ. എഗ്ലെസ് മയണൈസിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അത് കണ്ടു നോക്കൂ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മയണൈസ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ഇടാം. ഇത് നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി തന്നെ ഫില്ല് ചെയ്യാം. ഇതിൽ എരിവ് കൂടുതൽ വേണ്ടവർ കുറച്ചും കൂടി എരിവ് ഇടണം കേട്ടോ. ഇതിൽ ബട്ടറോ ചീസോ ഒന്നും തന്നെ വേണ്ട. ഇത് തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇതിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഗ്രില്ല് ചെയ്യാതെ ഇങ്ങനെയും കഴിക്കാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കാശ്മീരി ചില്ലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളറും കിട്ടും. ഇപ്പോൾ 2 റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് പോയിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് വരണം. ഞാനിതിൽ ഗ്രില്ലിലാണ് ഇന്ന് ഗ്രില്ല് ചെയ്യുന്നത്. ഗ്രില്ല് ചെയ്യാതെ ഇത് പ്ലെയിൻ ആയിട്ട് ഗ്രില്ല് ചെയ്യാതെ ചൂടാക്കാതെ കഴിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പാനിൽ വെച്ചിട്ട് ചെറിയ ചൂടിൽ ടോസ്റ്റ് ചെയ്തിട്ടും എടുക്കാം. ഇത് പ്ലെയിൻ ആയിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബട്ടറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ടോ, നല്ലവണ്ണം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അത് ടോസ്റ്റായി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ എത്രത്തോളം മയണൈസ് അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നു അത്രത്തോളം ക്രീമി ടെക്സ്ചർ ആവും. ഞാനിപ്പോൾ ഇതിൽ 3 ടീസ്പൂണേ ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ടെക്സ്ചറിൽ ഇരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് ഈ സാൻഡ്വിച്ച്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇന്നത്തെ സാൻഡ്വിച്ചും എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.